We can start, I think. Welcome. വെൽക്കം എവ്രി വൺ. വെൽക്കം ടു എക്കോടോക്ക് 4. സോ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മീനാക്ഷിയാണ്. മീനാക്ഷി എക്കോഡൊമൈൻ്റെ ഫാക്കൾട്ടി കൂടിയാണ്. നിലവിൽ കറൻ്റ്ലി IIT ഹൈദരാബാദിൽ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ MA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ജോയിൻ ചെയ്തതാണ്. സോ ഞാൻ വിത്തൗട്ട് മോർ ടോക്കിംഗ് ഞാൻ മീനാക്ഷിയെ ടോക്കിലേക്ക് ക്ഷണിക്കുകയാണ്. മീനാക്ഷി, ആർ യു ദർ? ഇവിടെ ഉണ്ട് കേൾക്കാവോ? ഓക്കെ, ഓഡിബിൾ ആണ്. പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ എന്നെ കാണാമോ? ആ, ഓഡിയോ ഓക്കെ ഓക്കെ. യാ, ഓഡിയോ വീഡിയോ ഓക്കെയാണ്, ഓഡിയോ ഓക്കെയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാല്ലേ? യാ, യു ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ. സോ ഹായ് ഗായ്സ്, എൻ്റെ പേര് മീനാക്ഷി. ഞാനിവിടെ ഫസ്റ്റ് ഇയറിൽ MADS സ്റ്റുഡൻ്റ് ആണ് IIT ഹൈദരാബാദ്. സോ എൻ്റെ ഒരു ബയോ പറയുകയാണെന്നുണ്ടെങ്കിൽ നാട് കൊല്ലമാണ്. ആൻഡ് ഞാനൊരു എക്കണോമിക്സ് ഗ്രാജുവേറ്റ് ആണ്. 2023 ബാച്ച് ആയിരുന്നു. മാർവേനിസിലാണ് പഠിച്ചത്, ട്രിവാൻഡ്രം. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ഇവിടെ MADS ജോയിൻ ചെയ്തത്. അപ്പോ ലൈക്ക് എൻ്റെ ഒരു ഇന്നത്തെ ഒരു ടോക്കിൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നിങ്ങളെ ഈ എന്താ പറയുക പ്രോഗ്രാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുക, എന്താണ് DS എന്നുള്ളത് പരിചയപ്പെടുത്തുക, IIT ലൈഫ് എന്താണ്, അല്ലെങ്കിൽ ആഫ്റ്റർ MADS എന്താണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഇന്ന് എന്നെ വിളിച്ചിരിക്കുന്നത്. എൻ്റെ ജോലി അതാണ്. സോ യാ, അപ്പോ പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ് എക്കണോമിക്സും DS തമ്മിൽ എന്താണ് ബന്ധം. ലൈക്ക് ഞാനിവിടെ DS ജോയിൻ ചെയ്യാൻ വന്ന സമയത്ത് ഒരുവിധം എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു സംശയമാണ് എക്കണോമിക്സ് പഠിച്ചിട്ട് എന്തുകൊണ്ടാണ് DS എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം നമ്മളൊരു ഞാൻ പറഞ്ഞു കേരള യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ BA കഴിഞ്ഞത്. അപ്പോൾ നമ്മളൊരു തേർഡ് സെം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫോർത്ത് സെമ്മിന്റെ ഒക്കെ ഒരു ഫസ്റ്റ് ടൈം ഒക്കെ ആകുമ്പോഴത്തേനാണ് ആക്ച്വലി നമ്മളുടെ ഇൻട്രസ്റ്റ് ഏരിയ എന്താണ്, ലൈക്ക് എക്കണോമിക്സിൽ ഇൻട്രസ്റ്റ് ഏരിയ എന്താണ് എന്നുള്ള ഒരു റിയലൈസേഷൻ വരുന്നത് നമ്മൾ ആക്ച്വലി തേർഡ് ഇയർ പഠിക്കുമ്പോഴാണ്. കാരണം ഫസ്റ്റ് ഇയറിലാണെങ്കിൽ നമ്മൾ പ്യുവർ തിയറിയാണ് പഠിക്കുന്നത്. തേർഡ് ഇയറിൽ തിയറി പഠിക്കുന്നില്ല എന്നുള്ളതല്ല, ബട്ട് ഇത്രയും കൂടെ നമ്മൾ സബ്ജക്റ്റ് അറിയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഏത് ഏരിയയിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് എന്നറിയുന്നത് ആക്ച്വലി നമ്മൾ തേർഡ് ഇയർ വരുമ്പോഴാണ്. സോ നമ്മുടെ ഒരു സിലബസ് സ്ട്രക്ചർ വെച്ചിട്ട് അന്നത്തെ സിലബസ് സ്ട്രക്ചർ വെച്ചിട്ട് ഒരു തേർഡ് ഇയറിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു കുറെ സബ്ജക്ട് ഏരിയാസ് എന്ന് പറയുന്നത്, ഒന്ന് കേരള എക്കോണമി ഉണ്ടായിരുന്നു, ഇന്ത്യൻ എക്കോണമി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പേപ്പർ ആക്ച്വലി നമ്മൾ ഫോർത്ത് ഇയറിലാണ് എന്താണ് ആ പേപ്പർ അല്ലെങ്കിൽ എന്താണ് ആ പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ആക്ച്വലി ഫോർത്ത് സെമ്മിലാണ് ലൈക്ക് ഞാൻ എൻ്റെ റിയലൈസേഷൻ അപ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എക്കണോമിക്സ് പ്യുവർ എക്കണോമിക്സ് ആണോ DS പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. പ്യുവർ എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിൽ PG എക്കണോമിക്സ് തന്നെ ചെയ്യണം. അപ്പൊ DS കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി DS എന്ന് പറയുന്നത് പല സബ്ജക്ട്സിന്റെ ഒരു ആക്ച്വലി അതൊരു ഇന്റർഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് ഡെവലപ്മെന്റ് സ്റ്റഡീസിലുള്ളത്. ലൈക്ക് അപ്പം എക്കണോമിക്സ് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ഡെവലപ്മെന്റ് എക്കണോമിക്സ് അല്ലെങ്കിൽ എക്കണോമിക് തിയറി, എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഒരു ബേസിൽ നിന്നാണ് ആക്ച്വലി DS ഉള്ളത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ പൊളിറ്റിക്സും സോഷ്യോളജിയും ഈവൻ സൈക്കോളജി പോലും ലൈക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി DS പഠിക്കുന്നത്. അപ്പോൾ ലൈക്ക് ഡെവലപ്മെന്റ് സെക്ടറിൽ ലൈക്ക് ഇപ്പം ഹെൽത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വുമൻ ചൈൽഡ് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിസർച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡാണ് അങ്ങനെ ഒരു ഇതിലേക്കാണ് നോക്കുന്നുണ്ടെങ്കിൽ DS വിൽ ബി ദ ബെസ്റ്റ് ഓപ്ഷൻ. അപ്പൊ അങ്ങനെയാണ് ആക്ച്വലി ഞാൻ DS എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് വരുന്നത്. ആക്ച്വലി ഞാൻ 23 പാസ് ഔട്ട് ആണ്, 1 ഇയർ ബ്രേക്ക് ആയിരുന്നു. ആൻഡ് ഐ വാസ് തിങ്കിങ് അബൌട്ട് എന്ത് ചെയ്യണം, ലൈക്ക് എന്തിലേക്ക് പോയാൽ ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളത് ഒരു 1 ഇയർ റിയലൈസേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത്. അങ്ങനെയാണ് ആക്ച്വലി ഞാൻ DS ജോയിൻ ചെയ്യുന്നത്. സോ അതാണ് ആക്ച്വലി എനിക്ക് മെയിൻ ആയിട്ട് തരാൻ ഒരു ലൈക്ക് പറയണം, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയ ഒരു ഏരിയ അതാണ്. ലൈക്ക് ഞാനൊരു പ്രസന്റേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത്ര വലിയ പ്രസന്റേഷൻ അല്ല, എനിക്ക് അധികം വലിയ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ലൈക്ക് എന്താണ് ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ലൈക്ക് ചെറുതായിട്ടൊന്ന് നിങ്ങളെ ഒന്ന് ലൈക്ക് വിഷ്വലൈസ് ചെയ്ത് കാണിക്കുക. അതാണ് ഞാൻ ആക്ച്വലി പ്രസന്റേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പം ലൈക്ക് എല്ലാവർക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് തുടങ്ങാം. ഷെയർ Yeah, ചെയ്യാമോ yeah, സ്ക്രീൻ? you can share. ഓക്കെ.
കാണാൻ പറ്റുന്നുണ്ടോ? യെസ് ഹലോ. യെസ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. സോ അപ്പൊ IIT-യിലെ MA ഡെവലപ്മെന്റ് സ്റ്റഡീസ് സ്ട്രക്ചറിനെ പറ്റിയിട്ട് അതിനെക്കുറിച്ചുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ചിലർക്ക് കേട്ട് പരിചയമില്ലാത്ത ഒരു ഏരിയ ആയി തോന്നാം, ബട്ട് ഇറ്റ്സ് ആക്ച്വലി കുറെ വർഷങ്ങൾ കൊണ്ടുള്ളതാണ്. നമ്മൾ DS-ന്റെ ഒരു ലൈക് കോഴ്സ് സ്ട്രക്ചർ, MA കോഴ്സ് സ്ട്രക്ചർ ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടും DS ഉള്ളത് ടിസ്സിലാണ്. ഒന്ന് ടിസ്സിലാണ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. പിന്നെ JNU-ൽ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന് അണ്ടറിൽ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന് അണ്ടറിൽ DS വരുന്നുണ്ട്. അതുപോലെ തന്നെ IITs-ലും ഈ 3 ഏരിയസിലാണ് ആക്ച്വലി നമുക്ക് മെയിൻ ആയിട്ടും MA ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉള്ളത്. സോ IIT-ൽ ഇവിടുത്തെ IIT ഹൈദരാബാദിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ NIR റാങ്കിൽ 8 പൊസിഷൻ ആയിരുന്നു. ഇപ്പൊ റിവൈസ്ഡ് ഈ പ്രാവശ്യം വന്നപ്പോൾ 8 പൊസിഷനിലായിരുന്നു NIR റാങ്കിൽ IIT ഹൈദരാബാദ് ഉണ്ടായിരുന്നത്. കേൾക്കുമ്പോൾ നമുക്കൊരു ടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് തോന്നുമെങ്കിൽ പോലും വേരിയസ് കൈൻഡ്സ് ഓഫ് MA ആയാലും MSc ആയാലും അതുപോലെ തന്നെ ഡിസൈൻസ് ആയാലും എല്ലാം IITs-ന്റെ പാർട്ടായിട്ടുണ്ട്. ആൻഡ് ഇവിടുത്തെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് MA ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ കാര്യം അതാണ് ആക്ച്വലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ MA DS IIT ഹൈദരാബാദിൽ വന്നിട്ട് ഞാനിപ്പോ ജോയിൻ ചെയ്തത് ഇപ്പം ജൂലൈയിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ജോയിൻ ചെയ്തു ആൻഡ് ഞങ്ങൾ ഇവിടുത്തെ 5th ബാച്ച് ആണ്. IIT ഹൈദരാബാദിലെ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ 5th ബാച്ച് ആണ് ഞങ്ങൾ. അപ്പോ ഏത് ഡിപ്പാർട്ട്മെന്റിൽ അണ്ടറിലാണ് DS വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലിബറൽ ആർട്സിന്റെ അണ്ടറിലാണ് ഇവിടെ IIT ഹൈദരാബാദിൽ DS വരുന്നത്. ബാക്കിയുള്ള IITs-ൽ ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് HSS ഡിപ്പാർട്ട്മെന്റിലൊക്കെ വരുന്നുണ്ട്. IIT മദ്രാസിലൊക്കെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാണ് വരുന്നത്. പക്ഷെ ലിബറൽ ആർട്സിനകത്താണ് ഇവിടെ IIT ഹൈദരാബാദിൽ DS വരുന്നത്. അപ്പൊ ലിബറൽ ആർട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി അധികം കേൾവി ഉണ്ടാവാൻ സാധ്യത ഇല്ലാത്ത ഒരു ഇതാണ്. ആക്ച്വലി സംഭവം ഇത് വെസ്റ്റേൺ സിസ്റ്റത്തിൽ, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് ആക്ച്വലി ഉള്ള ഒരു ടേമാണ് ലിബറൽ ആർട്സ്. ആൻഡ് ലൈക്ക് നമ്മുടെ ചെയർമാൻ ആണ് ആക്ച്വലി ലിബറൽ ആർട്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് തുടങ്ങാമെന്നുള്ളൊരു ഐഡിയ ആദ്യം മുന്നോട്ട് വെക്കുന്നത് 5 വർഷം മുന്നേ. സോ അപ്പം ലിബറൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് എന്താ പറയാ DS മാത്രമല്ല, ഒരു ഇന്റർഡിസിപ്ലിനറി ഒബ്ജക്റ്റീവിൽ തുടങ്ങിയ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ കുറെ സബ്ജക്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഏകദേശം 7ഓളം ഡിപ്പാർട്ട്മെന്റ് സബ്ജക്റ്റുകൾ MA-യിൽ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ PhD-യിൽ ഫോക്കസ് ചെയ്ത് ലിബറൽ ആർട്സിന്റെ അണ്ടറിൽ IITs-ൽ വരുന്നുണ്ട്. അപ്പൊ അതിലൊന്നാണ് ആന്ത്രോപോളജി സോഷ്യോളജി. മെയിൻ ആയിട്ട് അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HGS എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. അതായത് ഹെൽത്ത്, ജെൻഡർ ആൻഡ് സൊസൈറ്റി. 2-year MA കോഴ്സാണ്. പക്ഷെ ഇൻടേക്കുകൾ വളരെ വളരെ കുറവാണ്. ഈ പ്രാവശ്യം 6 ഇൻടേക്കാണ് HGS-ൽ ഉണ്ടായിരുന്നത്. പക്ഷെ 3 പേരെ ഇവിടെ പഠിക്കുന്നു. പിന്നെ വേറെ ഒരെണ്ണം വരുന്നത് കോഗ്നിറ്റീവ് സയൻസ് ആണ്. കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറയുമ്പോൾ ഒരു സോഷ്യോ സയന്റിഫിക് മിക്സ് ആയിട്ട് വരുന്ന ഒരു റിസർച്ച് ഏരിയയാണ്. കൂടുതലായിട്ടും സൈക്കോളജി, ന്യൂറോ സയൻസ് പോലെയുള്ള ക്വാണ്ട് ഏരിയ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ആണ് കോഗ്നിറ്റീവ് സയൻസ്. പിന്നെ ഓഫ്കോഴ്സ് DS-ന്റെ ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ വേറൊരു ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ ലിബറൽ ആർട്സിന് അണ്ടറിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കണോമിക്സ്, നമ്മൾ മൈനർ ആയിട്ടുള്ള, അതായത് ബേസിക് ആയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സ് എടുത്തിട്ട് മൈനർ എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഇഫ് ഐം നോട്ട് റോങ് 1.5 years ആണ് ഇതിന്റെ കോഴ്സിന്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത്. പിന്നെ നമുക്ക് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉണ്ട്, MA ഇൻ ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, അതുപോലെ തന്നെ MSc സൈക്കോളജി. ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലിബറൽ ആർട്സ് അണ്ടറിൽ വരുന്നത്. അപ്പൊ അതിൽ ഒരു ബ്രാഞ്ച് ആണ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. DS-ൽ ആക്ച്വലി ഈ പ്രാവശ്യം നമ്മുടെ ഇൻടേക്ക് ഉണ്ടായിരുന്നത് 8 പേരാണ്. 8 പേരെ മാത്രമാണ് ഈ പ്രാവശ്യം അവർ ലൈക്ക് ഇന്റർവ്യൂ ചെയ്ത് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ട് 8 പേരെ മാത്രമാണ് ഇൻടേക്ക് ഈ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ 3 അല്ലെങ്കിൽ 4 മെയിൻ ഡിപ്പാർട്ട്മെന്റ്സും കൂടെ ചേർത്തിട്ട് അറൌണ്ട് നമുക്കൊരു 20 ഫാക്കൽറ്റീസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ മോർ ദാൻ ആക്ച്വലി ഇതൊരു റിസർച്ച് നെറ്റ്വർക്ക് ആണ്, അല്ലെങ്കിൽ ഒരു റിസർച്ച് ഏരിയ ആണ്. പ്യുവർലി ഫോർ റിസർച്ച് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അറൌണ്ട് 80+ PhD സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. അതിപ്പം സീനിയർ PhD ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്ത PhD ആയാലും എല്ലാം ഇവിടെ ഉണ്ട്. PhD കാര്യം പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. മാസ്റ്റേഴ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ DS-ഉം HGS-ഉം അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആർട്സും. ഈ ക്രിയേറ്റീവ് ആർട്സും ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ക്രിയേറ്റീവ് ആർട്സിലാണ് ഇംഗ്ലീഷ്, ലിംഗ്വിസ്റ്റിക്സ് പോലെയുള്ള കാര്യങ്ങൾ വരുന്നത്. സോ ഇതാണ് ആക്ച്വലി ലിബറൽ ആർട്സ് എന്ന് പറയുന്ന ഒരു ഏരിയയുടെ മെയിൻ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്.
ആൻഡ് ഇനി നമ്മുടെ പ്രോഗ്രാം ഓവർവ്യൂവിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളുടെ എലിജിബിലിറ്റി, നമുക്ക് എങ്ങനെ IIT ഹൈദരാബാദിൽ ജോയിൻ ചെയ്യാം എന്നുള്ളത്. നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, പല IITസിലും പല മോഡ് ഓഫ് എൻട്രി ആണ്. ലൈക്ക് ചിലർ ഗേറ്റ് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നവരുണ്ട്, ചിലർ ഡയറക്റ്റ് എക്സാമിനേഷൻ മാത്രം നടത്തും, ചിലർ അല്ലെന്നുണ്ടെങ്കിൽ എക്സാമിനേഷനും ഇന്റർവ്യൂ നടത്തും, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. സോ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാം ഓവർവ്യൂ ആണ് പറയുന്നത്. ഇവിടെ 2 ഇയർ കോഴ്സ് ആണ്, റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണ്, നമ്മൾ ഇവിടെ നിന്ന് തന്നെ പഠിച്ചെടുക്കണം. ഇപ്പൊ മിനിമം എലിജിബിലിറ്റി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി വേറെ ഏത് യൂണിവേഴ്സിറ്റീസും ചോദിക്കുന്ന പോലെ തന്നെ 55% മിനിമം CGPA, അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് 55% മാർക്സ് അല്ലെങ്കിൽ മിനിമം CGPA, അതാണ് ആക്ച്വലി അവർ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ലൈക്ക് ഇപ്പം തേർഡ് ഇയർ ഇപ്പൊ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മളിപ്പോൾ തേർഡ് ഇയർ പാസ്സായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. നമ്മൾ തേർഡ് ഇയർ തീരാറായി എന്നുള്ള അല്ലെങ്കിൽ ലാസ്റ്റ് സെമ്മിലുള്ളവർക്കും നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ജോയിൻ ചെയ്ത് അവരൊരു ഡെഡ് ലൈൻ പറയും, മിനിമം ഒരു 2 months സമയം കിട്ടും. അതിനുള്ളിൽ നമ്മൾ ആക്ച്വലി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർ ഡിസിപ്ലിനറി ആണ് പ്രോഗ്രാം എന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ ഗൈസ്, ദ ബെസ്റ്റ് ഫാക്കൽറ്റി ആണ് ഇവിടെ. ലൈക്ക് ഓരോരുത്തരും ഓരോ റിസർച്ച് ഇൻട്രസ്റ്റോട് കൂടി അല്ലെങ്കിൽ ഓരോ റിസർച്ച് ഏരിയയിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ടോപ്പ് മോസ്റ്റ് ഫാക്കൽറ്റീസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇപ്പൊ ആന്ത്രോപോളജിയിലായാലും അല്ലെങ്കിൽ ക്വാണ്ടിലായാലും ഒക്കെ ലൈക്ക് ബെസ്റ്റ് പബ്ലിക്കേഷൻസ് ഇന്ത്യയിൽ കൊടുത്തിട്ടുള്ള ഫാക്കൽറ്റീസ് നമുക്ക് ഇവിടെ ഉണ്ട്. ആൻഡ് ദേ ആർ ട്രൂലി ഡെഡിക്കേറ്റഡ്. ലൈക്ക് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ലൈക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും 24/7 വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഫാക്കൽറ്റി ഉണ്ട് ഇവിടെ. ആൻഡ് നമ്മൾ കോഴ്സ് കൊണ്ട് മെയിൻ ആയിട്ട് ഇപ്പൊ നമുക്ക് സംശയം വരാം, എന്താണ് നമ്മൾ കോഴ്സ് കൊണ്ട് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഡെവലപ്മെന്റ് ആസ്പെക്ട് തന്നെയാണ് മെയിൻ ആയിട്ടും വരുന്നത്. ലൈക്ക് പ്രൊഫഷണൽ ട്രെയിനിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ആക്ച്വലി ഇവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഒരു പഠിത്തം അല്ലെങ്കിൽ അക്കാഡമിക്സ് എന്നതിലുപരി കൂടുതലായിട്ടും നമ്മൾ ലൈക്ക് നമ്മുടെ ഇൻട്രസ്റ്റോട് കൂടി പഠിക്കുന്നു, നമ്മൾ അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അതാണ് ആക്ച്വലി ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല IITസിലും പല മോഡ് ഓഫ് എൻട്രി ആണ്. ഇപ്പൊ ഗേറ്റ് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് IIT മദ്രാസ് ചോദിക്കുന്നുണ്ട്, IIT ഡൽഹിയിൽ എക്കണോമിക്സ്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ എക്കണോമിക്സിന് ഗേറ്റ് ചോദിക്കുന്നുണ്ട്. അതല്ലാണ്ട് വേറെ DS അവൈലബിൾ ആയിട്ടുള്ള IITs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് IIT ഗുവാഹട്ടി, പിന്നൊന്ന് IIT മന്തി, പിന്നെ IIT ഹൈദരാബാദ്. ഈ 3 ഏരിയസിലാണ് നമ്മൾ ഡെവലപ്മെന്റ് സ്റ്റഡീസ് കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. IIT ഡൽഹിയിൽ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഇല്ല, ഡെവലപ്മെന്റ് എക്കണോമിക്സ് ആണ് ഉള്ളത്. ഡെവലപ്മെന്റ് എക്കണോമിക്സും ഡെവലപ്മെന്റ് തിയറി ആൻഡ് പ്രാക്ടീസും ആണ് IIT ഡൽഹിയിലുള്ളത്. സോ ഇവിടുത്തെ ഒരു എൻട്രൻസ് അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു മോഡ് ഓഫ് എൻട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം നമ്മുടെ CGPA അയക്കാൻ പറയും, നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറയും. അപ്പൊ അതിൽ നിന്ന് ഓരോ വർഷവും അവർക്ക് ഓരോ എലിജിബിലിറ്റി ആണ്, ലൈക്ക് ഇത്ര CGPAക്ക് മുകളിലുള്ളവരെ എന്നല്ലേക്ക് ഓരോ വർഷത്തെയും ഫാക്കൽറ്റി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഡിസിഷൻ ആണ്. അപ്പൊ ആ CGPAക്ക് മുകളിലുള്ള ആളുകളെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എക്സാമിന് വിളിക്കുന്നത്. അപ്പം ആക്ച്വലി ഓൾറെഡി ഒരു ഫിൽട്രേഷൻ കഴിയും, അതായത് ഇന്ന CGPAയിലുള്ളവരെ മാത്രമേ എടുക്കുള്ളൂ, ഈ CGPAയിൽ മുകളിലുള്ളവർ മാത്രം മതി എന്ന് പറഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എക്സാമിനുള്ള നമുക്ക് മെയിൽ വരും. അതായത് ഇന്ന ഡേറ്റിൽ വരും, അതായത് എൻട്രൻസ് എക്സാം പ്ലസ് ഇന്റർവ്യൂ. അതാണ് ആക്ച്വലി ഇവിടെ IIT ഹൈദരാബാദിൽ ഒരു രീതി നടന്നു. IIT ഗുവാഹട്ടി IIT ഹൈദരാബാദ് ഏകദേശം സെയിം ആണ് സിലബസും മോഡ് ഓഫ് എൻട്രി. അപ്പം ഇവിടെ ആക്ച്വലി നമ്മൾ ഒരു എൻട്രൻസ് എക്സാം നടത്തുന്നു, അതിനകത്തുനിന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് ഒരു പോർഷൻ ആളുകളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നു. അതിൽ നിന്നൊരു പോർഷനെയാണ് ആക്ച്വലി നമ്മൾ ഇൻടേക്ക് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഞാൻ വന്ന സമയത്ത് അറൌണ്ട് 350 കുട്ടികളുണ്ടായിരുന്നു എക്സാം എഴുതാനായിട്ട്. അതിൽ നിന്ന് 50 സ്റ്റുഡൻസിനെയാണ് ഇന്റർവ്യൂവിന് വിളിച്ചത്. ആ 50ൽ നിന്നാണ് 8 പേരെ, 8 അല്ല 10 ആയിരുന്നു, 2 പേര് ആക്ച്വലി ജോയിൻ ചെയ്തില്ല. അപ്പൊ 8 പേരെ ആക്ച്വലി ഫിൽട്ടർ ഔട്ട് ചെയ്ത് എടുത്തു. അങ്ങനെ ഒരു സ്ട്രക്ചർ ആണ്. അപ്പം എക്സാം റിട്ടൺ ടെസ്റ്റ് പ്ലസ് ഇന്റർവ്യൂ ആണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. റിട്ടൺ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം നമുക്ക് ഇന്റർവ്യൂവിന് കിടക്കാം. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അതിൽ നിന്നും ആക്ച്വലി പാനൽ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മളെ കോഴ്സിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തോ ഇല്ല എന്നുള്ളത് പറയുന്നത്. സോ ഇപ്പൊ ഇതിന്റെ ഒരു ഡ്യൂറേഷനും സെലക്ഷൻ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് നമ്മളിപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞു പോയി എന്ന് കരുതി നമുക്ക് കിട്ടി എന്നൊരു ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. കാരണം അറൌണ്ട് ഒരു 100 പിള്ളേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വെറും 10 പേരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ 50 പേരെ ഇന്റർവ്യൂ വിളിക്കുന്നത്. അപ്പൊ നമുക്കത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല. പിന്നെ റിസർവേഷന്റെ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ആക്ച്വലി അവര് സെലക്ഷൻ ആയിട്ട് നടത്തുന്നത്. എൻ്റെ ഒരു ടൈമിൽ ആക്ച്വലി ഇന്റർവ്യൂ നടന്ന സമയത്ത് ഇന്റർവ്യൂ കഴിഞ്ഞ് 1 monthന് ശേഷമാണ്
ഓഫർ ലെറ്റർ വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. പിന്നെ പറയാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻട്രൻസ് ടെസ്റ്റിന്റെ കാര്യത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഇപ്പൊ ഇവിടെയാണ് ആക്ച്വലി ലൈക്ക് കോച്ചിങ് എടുക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ പഠനം മാറ്റേണ്ട ഒരു കാര്യം പറയുന്നത്. കാരണം ലൈക്ക് റിയലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ലൈക്ക് സെൽഫായിട്ട് പഠിക്കുന്നതിനേക്കാളും നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അപ്പം അങ്ങനെയാണ് ആക്ച്വലി ലൈക്ക് ഇക്കണോമിക്സിന്റെ ക്ലാസ്സുകളായാലും എക്കണോമിന്റെ എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദ തിങ് ഇസ് ഇവിടെ കൂടുതലായിട്ടും അവര് എക്സ്പെക്ട് ചെയ്യുന്നത് എക്കണോമിക്സ് വേണം. 2 പേപ്പറാണ് ആക്ച്വലി ഉള്ളത്. ഒന്ന് എ പാർട്ടും 2 ബി പാർട്ടും റിട്ടേണിൽ. എ പാർട്ടിൽ ദേ ആക്ച്വലി ഗോ ഫോർ എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്, ബേസിക് മാത്സ്. ആക്ച്വലി അതിൽ നിന്ന് ക്വാളിഫൈ ചെയ്ത ആക്ച്വലി ലൈക്ക് നമ്മളിപ്പോൾ പുറത്ത് പറയുന്നില്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ ഇവിടെ വന്ന് എഴുതിയ ഒരു അനുഭവത്തിൽ എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ എക്സാം എഴുതാനായിട്ട് 2 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. എ പാർട്ടും ഉണ്ട്, ബി പാർട്ടും ഉണ്ട്. എ പാർട്ടിൽ ഇപ്പം അറൌണ്ട് 20 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നത്. അതിൽ 10 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ സെക്കൻഡ് പാർട്ട് ചെക്ക് ചെയ്യാനായിട്ട് പോകത്തുള്ളൂ. അപ്പൊ എ പാർട്ട് നല്ല തറവായി ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മുടെ ചാൻസ് നഷ്ടപ്പെടുന്ന അർത്ഥം. സോ അങ്ങനെയാണ് എ പാർട്ടിന്റെ കാര്യം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വലി റിട്ടേൺ എ പാർട്ട് എഴുതി കഴിഞ്ഞ് കൊടുത്തതിന് ശേഷമാണ് ബി പാർട്ട് കൊടുക്കുന്നത്. ബിയിലാണ് ആക്ച്വലി നമ്മൾ ഇച്ചിരിയും കൂടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കേപ്പബിലിറ്റി, നമ്മുടെ എബിലിറ്റി അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അവിടെ 1 മാർക്ക് അല്ലെങ്കിൽ മാർക്കിങ്ങോ അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. ആക്ച്വലി ഡിസ്ക്രിപ്റ്റീവ് ആണ്. അവർ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. അതിൽ നിന്ന് പിക്ക് ചെയ്ത് ഒരു 2 3 ക്വസ്റ്റ്യൻസ് 3 പേപ്പറിൽ തികയാതെ എസ് എഴുതി കൊടുക്കുക. അവിടെ ആക്ച്വലി നമ്മൾ അവർ ചോദിക്കുന്നത് തിയറി പ്ലസ് അപ്ലൈഡ് അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഇവിടെ എക്സാം നടക്കുന്നത്. അതായത് തിയറി എന്താണെന്ന് ചോദിക്കും, അതിൽ നമ്മൾ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണെന്ന് അവർ നോക്കും. അപ്പൊ അത് അനലൈസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഇവിടെ ഇത് വരുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇക്കണോമിക്സിൽ നിന്ന് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് കൂടുതലും അവർ ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഹെൽത്തും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ജനറലൈസ്ഡ് ആയിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി നമ്മൾ എക്കണോമിക്സ് കുറേയൊക്കെ കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് നടക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഒരു എന്താ പറയാ ഒരു തിങ്കിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടുണ്ടെന്നുണ്ടെങ്കിൽ എക്സാം എഴുതാനായിട്ട് വളരെ അത് യൂസ്ഫുൾ ആയിരിക്കും. അത് നമ്മുടെ ഇന്റർവ്യൂവിൽ യൂസ്ഫുൾ ആയിരിക്കും. സോ അതാണ് എക്സാമിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 2 പാർട്ടുള്ള കാര്യം പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് ആക്ച്വലി തിങ് ഇസ് നമ്മൾ എക്സാമും ഇന്റർവ്യൂവും സെയിം ഡേയിൽ തന്നെയാണ് നടക്കുന്നത്. ഇപ്പൊ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവിടെ നിൽക്കണം. ഒരു കാര്യം പറയാൻ പറ്റുമോ, അതായത് എൻട്രൻസ് എക്സാം നടക്കുന്നത് ഇവിടെ IIT ഹൈദരാബാദിൽ വന്ന് ഇവിടെ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് നമ്മൾ എക്സാം എഴുതണം. ലൈക്ക് സെന്റേഴ്സ് ഒന്നും അവൈലബിൾ ആയി. അത് ഇവിടെ ആയാലും IIT ഗുവാഹട്ടി ആയാലും അങ്ങനെയാണ്. പക്ഷെ IIT മണ്ടിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഓൺലൈൻ ആയിട്ടൊരു എക്സാം നടത്തും. അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തവരെയാണ് പിന്നീട് അങ്ങോട്ടേക്ക് വിളിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല. ഓൺലൈൻ ആയിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഇവിടെ വന്ന് എഴുതുക. ആ സെയിം ഡേ നമ്മൾ രാവിലെ ഇപ്പൊ എക്സാം നടക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാം നടന്ന് അത് കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തേന് അവർ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ പേരെടുക്കും. അപ്പൊ അന്ന് 350 പിള്ളേരുണ്ടായിരുന്നതിൽ നിന്ന് 50 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂവിന് വിളിച്ചു. ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞിട്ട് അതിൽ നിന്നാണ് ആക്ച്വലി നമ്മൾ പോയത്. അപ്പം ആക്ച്വലി ഒരു 1 ഡേ ഫുള്ള് നമ്മൾ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്ത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് റിട്ടേൺ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. ഇന്റർവ്യൂ പാനൽ ഇസ് ഹ്യൂജ്. കാരണം ഫാക്കൽറ്റീസ് ഇത്രയുണ്ട്, കുറച്ച് കുട്ടികളെ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 2 3 പേര് ഇന്റർവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞ് ഒരിക്കലും പോകാൻ പറ്റില്ല. കാരണം അറൌണ്ട് 8 പീപ്പിൾ അറൌണ്ട് സിറ്റിംഗ് ഇൻ എ വെരി ബിഗ് ഹാൾ. ഒരു ഹാളിൽ ഇരുന്നിട്ട് ആണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. സോ അവിടെയും ആക്ച്വലി അവർ ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നമുക്ക് ലൈക്ക് വേരിയസ് സബ്ജക്ട്സിനെ പറ്റിയിട്ട് എക്കണോമിക്സ്, സോഷ്യോളജി, അതുപോലെ തന്നെ പൊളിറ്റിക്സ്, അതുപോലെ തന്നെ ജെൻഡർ, ഈ 4 കാര്യങ്ങളാണ് ആക്ച്വലി മെയിൻ ആയിട്ട്. നമുക്ക് എത്രത്തോളം അതിൽ നോളജ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ വ്യൂസ് എന്നുള്ളതാണ് ആക്ച്വലി അവർ മെയിൻ ആയിട്ട് നോക്കുന്നത്. സോ അതാണ് ഇവിടുത്തെ ഒരു സെലക്ഷൻ പ്രോസസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി പ്രോഗ്രാം സ്ട്രക്ചറിലേക്ക് കുറച്ച് ഡീപ്പായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 2 ഇയർ പീരീഡ്, 2 ഇയർ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണ്. ആക്ച്വലി നമുക്ക് 4 സെം ഉണ്ട്. അതിൽ 3 സെം ആണ് തിയറി പ്ലസ് ക്ലാസ്സസ് വരുന്നത്. 4th സെം ഫുള്ള് ഡെസർട്ടേഷനും കാര്യങ്ങളും പ്രോജക്റ്റും മറ്റുമായിട്ട് പോകും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 1.5 വർഷമേ നമുക്ക് ക്ലാസ് ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഗൈഡ് അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഡിസർട്ടേഷൻ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോയിട്ട് ഡിസർട്ടേഷൻ ചെയ്തിട്ട് എക്സാം വൈവ ടൈം ആകുമ്പോഴത്തേനും വന്നാൽ മതി. അപ്പൊ അങ്ങനെയാണ്. അപ്പം ഇതാണ് ആക്ച്വലി പ്രോഗ്രാം സ്ട്രക്ചർ എന്ന് പറയുന്നത്.
മൊത്തത്തിൽ നമുക്ക് 60 ക്രെഡിറ്റ്സ് ആണുള്ളത്. അതിൽ ആദ്യത്തെ പീരീഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കോർ കോഴ്സുകളും പിന്നെ അത് കഴിയുമ്പോഴത്തേന് 3 കോർ 2 ഇലക്ടീവ് അങ്ങനെ ഇതിലേക്കാണ് ഫസ്റ്റ് ഇയർ വരുന്നത്. അത് കഴിഞ്ഞിട്ട് മെയ് ടു ജൂലൈ എന്ന് പറയുന്നത് 3 മാസത്തെ ഇന്റേൺഷിപ്പ് ആണ്. മാക്സിമം സോറി മിനിമം ഓഫ് 2 months ഇന്റേൺഷിപ്പ് ആണ് അവർ ചോദിക്കുന്നത്. അപ്പം അത് 6 ക്രെഡിറ്റ് ആണ് ഇന്റേൺഷിപ്പിനുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന തേർഡ് സെമ്മിൽ 2 കോർ 2 ഇലക്ടീവ് ആൻഡ് തേർഡ് സെമ്മിന്റെ ഫസ്റ്റിലാണ് ആക്ച്വലി നമ്മൾ ഡിസർട്ടേഷൻ അല്ലെങ്കിൽ സെമിനാർ സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഫോർത്ത് സെമ്മിൽ നമ്മൾ എന്താണ് ഡിസർട്ടേഷൻ കാര്യങ്ങളുമായിട്ട് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആവും. ആൻഡ് സെമസ്റ്റർ വൈസ് നമ്മളൊരു കോഴ്സ് ഔട്ട്ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ കൂടുതലായിട്ടും എക്കണോമിക്സിൽ നിന്ന് ഡെവലപ്മെന്റ് എക്കണോമിക്സ് പഠിക്കുന്നുണ്ട്. പിന്നെ ഹെൽത്ത് ആൻഡ് സൊസൈറ്റി, അതുപോലെ തന്നെ സോഷ്യൽ എക്സ്ക്ലൂഷൻ പോലെയുള്ള കാര്യങ്ങൾ. ഓൾസോ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ തന്നെ ക്വാണ്ടിന്റെ ഒരു പേപ്പർ പഠിക്കുന്നത്, അത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ്. ഈ ആക്ച്വലി 3 സെമ്മിൽ തിയറി പഠിക്കുന്നതിൽ ആക്ച്വലി നമുക്ക് 3 പേപ്പർ കമ്പൽസറി ആയിട്ടും സ്റ്റാറ്റ് വരുന്നത്. അതിൽ ഒന്നാണ് അല്ലെങ്കിൽ ക്വാണ്ട് വരുന്നതാണ്. ക്വാണ്ട് വരുന്ന ഫസ്റ്റ് സെമ്മിൽ ക്വാണ്ട് കോർ ആയിട്ട് വരുന്നുണ്ട്. അത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് ആണ്. ലൈക്ക് നമുക്ക് അതിനകത്ത് പ്രോഗ്രാമിംഗ് പോലെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ ഫസ്റ്റ് സെമ്മിലാണ്. ഫസ്റ്റ് സെമ്മിൽ നമുക്ക് ഫുള്ള് 5 കോർ എടുത്തേ പറ്റുള്ളൂ, ഇലക്റ്റീവ്സ് ഒന്നും ഇല്ല. സെക്കൻഡ് സെമ്മിലേക്ക് വരുമ്പോഴത്തേനാണ് നമ്മൾ കൂടുതലും എൻവയൺമെന്റ് എക്കണോമിക്സ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് തിയറി, മെന്റൽ ഹെൽത്ത് ആൻഡ് ഡെവലപ്മെന്റ്, പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ഡെമോഗ്രഫി മുതലായ കാര്യങ്ങൾ പഠിക്കുന്നത് സെക്കൻഡ് സെമ്മിലാണ്. സെക്കൻഡ് സെം കഴിഞ്ഞിട്ട് വരുമ്പോൾ തേർഡ് സെമ്മിൽ ഞാൻ പറഞ്ഞു, തേർഡ് സെമ്മിന്റെ തുടക്കത്തിലാണ് ആക്ച്വലി നമ്മൾ ഡിസർട്ടേഷന്റെ കാര്യങ്ങൾ തുടങ്ങുന്നത്. ആ സമയത്ത് തന്നെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ലേബർ ആൻഡ് ഡെവലപ്മെന്റ്, ഹെൽത്ത് എക്കണോമിക്സ് അല്ലെങ്കിൽ കൾച്ചറൽ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ എങ്ങനെ ഡെവലപ്മെന്റിനെ കാണുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് തേർഡ് സെമ്മിൽ വരുന്നത്. പിന്നെ ഫോർത്ത് സെം ആകുമ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ ഡിസർട്ടേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകും. ആൻഡ് ദ വെരി ഗുഡ് അഡ്വാൻറ്റേജ് നമുക്ക് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കോർ കോഴ്സുകളാണ് ഫസ്റ്റ് സെമ്മിൽ ഉള്ളതെന്ന് പറഞ്ഞു. ഈ 4 സെമ്മുകളിലും നമുക്ക് കോർ കോഴ്സിന്റെ കൂടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഇഷ്ടമുള്ള ഫ്രീ എലക്റ്റീവ് എടുത്ത് പഠിക്കാം, എത്ര എലക്റ്റീവ് വേണമെങ്കിലും എടുക്കാം. അത് ദ വെരി ഗുഡ് അഡ്വാൻറ്റേജ് ഈസ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാത്രമല്ല, IIT ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും, അത് MTech ആയിക്കോട്ടെ, BTech ആയിക്കോട്ടെ, അതുപോലെ തന്നെ MDesign ആയിക്കോട്ടെ, ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേണമെങ്കിലും ഓരോ ഡിപ്പാർട്ട്മെന്റ്സും പെർട്ടിക്കുലർ ആയിട്ട് ഇലക്റ്റീവ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് ചിലപ്പം കോർ ആയിട്ടുള്ളവരുടെ കൂടെ തന്നെ നമുക്ക് ഇലക്റ്റീവ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ ഒരു ഫസ്റ്റ് സെമ്മിൽ കയറി ഒരു ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് 5 കോറാണുള്ളത്. ആ 5 കോറിന്റെ കൂടെ വേറെ ഏത് ഡിപ്പാർട്ട്മെന്റിലെ കോഴ്സ് വേണമെങ്കിൽ, ഇപ്പം എനിക്കിപ്പം എയറോസ്പേസിനെ കുറിച്ച് കൂടുതൽ അറിയണം, അല്ലെങ്കിൽ ലൈക്ക് ഇലക്ട്രിക്കലിനെ കുറിച്ച് കൂടുതൽ അറിയണം, അല്ലെങ്കിൽ ഡിസൈനിനെ കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ നമുക്കൊരു നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു മെയിൽ ID പ്രൊവൈഡ് ചെയ്യും. ആ മെയിലിൽ കൂടെ കയറിയിട്ട് നമുക്ക് ഏത് കോഴ്സിന് വേണമെങ്കിലും ഫ്രീ ഇലക്റ്റീവ് ആയിട്ട് എടുത്ത് പഠിക്കാം. അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് കൂടുക എന്നുള്ളതാണ്. കാരണം ഇത് നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ എക്സാംസ് നടത്തും, അവർ ഇവാലുവേഷൻ നടത്തും, അതിൽ നിന്ന് ക്രെഡിറ്റ് കൂടുതൽ എടുക്കും. അതായത് ഇപ്പം നമുക്ക് ഓൾറെഡി കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട ഇലക്റ്റീവ്സിന്റെ കൂടെ വേറൊരു ഇലക്റ്റീവ് എടുത്ത് കോർ പഠിക്കേണ്ടതിന്റെ കൂടെ വേറൊരു ഇലക്റ്റീവ് എടുത്ത് പഠിക്കുവാണെങ്കിലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ മാർക്ക് കുറഞ്ഞാൽ പോലും അല്ലെങ്കിൽ ഗ്രേഡ് കുറഞ്ഞാൽ പോലും കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കോഴ്സ് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന, ഓഡിറ്റിംഗ് ഇൻ ദ സെൻസ് ലൈക്ക് നമുക്ക് ആ കോഴ്സ് പോയിരുന്ന് ക്ലാസ്സുകൾ കേൾക്കാം, അല്ലെങ്കിൽ ലൈക്ക് നമുക്ക് ഒരു സ്റ്റുഡന്റിനെ പോലെ ഇന്ററാക്ട് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഒരു ഇതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓഡിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റിപ്പോർട്ട് കാർഡിൽ വരില്ല, മാർക്ക് കാർഡിൽ വരില്ല, പക്ഷെ ഓഡിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അവസാനം വരും. സോ അപ്പൊ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആണ്, പക്ഷെ നിങ്ങൾക്ക് എക്സാം എഴുതണ്ട എന്നുണ്ടെങ്കിൽ ഓഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ IIT പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് ലൈക്ക് എൻവയൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്, അപ്പം ക്ലൈമറ്റ് ചേഞ്ച് എടുത്ത് പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ള പല തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതാണ് ഇപ്പം എനിക്ക് ഒരു ഓവർവ്യൂ ആയിട്ട് പറയാനുള്ളത്. ഇപ്പം സ്ട്രക്ചറിന്റെ കാര്യങ്ങളായാലും, കോഴ്സിന്റെ സ്ട്രക്ചറിന്റെ കാര്യങ്ങളായാലും, അല്ലെങ്കിൽ സെം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളായാലും ഉള്ള കാര്യം. പിന്നെ ഈ എക്സാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ ഒരു ഇവാലുവേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്, എല്ലാ പേപ്പേഴ്സിനും നമുക്ക് എക്സാം ഇല്ല. ലൈക്ക് അവർ എക്സാം ഇല്ലെന്ന് വരുന്നത് കഴിഞ്ഞ് പാസ്സാവുന്നല്ല. അതായത് ഇപ്പം നമുക്ക് ചില പേപ്പേഴ്സിന് ടീച്ചേഴ്സ് എന്താ പറയുക, ലൈക്ക് എക്സാം ആയിരിക്കില്ല അവരുടെ മോഡ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ചിലർ നമുക്ക് പ്രസന്റേഷൻസ് കണ്ടക്ട് ചെയ്യാൻ പറയും, ചിലർ നമുക്ക് സെമിനാർ സീരീസ് കണ്ടക്ട് ചെയ്യാൻ പറയും, അല്ലെന്നുണ്ടെങ്കിൽ
ബുക്ക് റിവ്യൂ കൊടുക്കാൻ പറയും, അല്ലെങ്കിൽ ഗ്രൂപ്പ് പ്രസന്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ വഴി അനലൈസ് ചെയ്യുന്നത്. ഇപ്പൊ ഫസ്റ്റ് സെമ്മിൽ നമുക്കിപ്പം 5 കോർ ഉള്ളതിൽ 2 സബ്ജക്റ്റുകൾക്ക് ഹെൽത്ത് ആൻഡ് സൊസൈറ്റി, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് തിയറി ആൻഡ് പ്രാക്ടീസ്, ഈ 2 പേപ്പേഴ്സിന് ഞങ്ങൾക്ക് എക്സാം ഇല്ല. എക്സാമിന് പകരം അവര് പ്രസന്റേഷൻസും അതുപോലെ തന്നെ ബുക്ക് റിവ്യൂ, ഗ്രൂപ്പ് പ്രസന്റേഷൻ, പോസ്റ്റർ മേക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയാണ് ആക്ച്വലി ഇവാലുവേഷൻ നടക്കുന്നത്. പിന്നെ ഗ്രേഡിംഗ് സിസ്റ്റത്തിന്റെ കാര്യം പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് CGPA പോലെ തന്നെയാണ് 10, 9.5, 9. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ A-, B-, B-, അങ്ങനെ ഒരു റേഞ്ചിലാണ് അവർ ലൈക്ക് വാല്യുവേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ലൈക്ക് IITസിൽ കോമൺ ആണ്, അതായത് സെം ടോപ്പേഴ്സിന് ഗോൾഡ് മെഡൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമുണ്ട് ഇവിടെ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇതാണ് ആക്ച്വലി ബേസിക് ആയിട്ട് എനിക്ക് കോർ കോഴ്സസിനെ പറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പറയാനുള്ളത്. എന്ത്യാ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ് IIT ലൈഫ് എങ്ങനെയാണെന്നുള്ളത്. ലൈക്ക് ചിലപ്പോൾ നമുക്കൊരു സംശയം വരാം, കാരണം നമ്മൾ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വരുന്നത്. അപ്പം MA പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ ഡിസൈൻ പഠിക്കുന്ന, MSc പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ കൈൻഡ് ഓഫ് ഒരു വേർതിരിവ് ഉണ്ടാവുമോ എന്നൊരു ടെൻഷൻ വരാം. പക്ഷെ ട്രസ്റ്റ് മീ ഗൈസ്, അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. ലൈക്ക് എല്ലാവരും ഈക്വൽ ആണ്. നമുക്കും ഫ്രഷേഴ്സ് ഉണ്ട്. ലൈക്ക് ഇവിടെ ഒരു ലൈക്ക് ഇപ്പം ഞാൻ വന്നതിന് ശേഷം ഓൾറെഡി ഡിപ്പാർട്ട്മെന്റ് ഫ്രഷേഴ്സ് ഉൾപ്പെടെ 2 കഴിഞ്ഞു. ഇനി 2 ഫ്രഷേഴ്സ് സാറ്റർഡേ സൺഡേ 2 ദിവസം ഫ്രഷേഴ്സ് നടക്കാൻ പോവാണ്. കൾച്ചറലി സ്പീക്കിംഗ് ബെസ്റ്റ് പ്ലേസ് ആണ്. ലൈക്ക് ഒരു സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കൾച്ചറൽ പ്രോഗ്രാംസിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും ദേ ആർ ട്രൈങ് ദെയർ ബെസ്റ്റ്. അവരുടെ ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനായാലും കൾച്ചറൽ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാനായാലും ദേ ആർ ഡൂയിങ് എ വെരി ഗുഡ് ജോബ്. നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോം നൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റർ IIT ഫെസ്റ്റുകൾ ഉണ്ട്. നമുക്ക് ലൈക്ക് യൂത്ത് ഫെസ്റ്റിവൽസ് കോളേജുകൾ നടത്തുന്നത് പോലെ IITs തമ്മിൽ ഇന്റർ IIT ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ആൻഡ് ഇറ്റ്സ് അറൌണ്ട് ഫെബ്രുവരി മാർച്ച് ടൈമിലാണ് ആക്ച്വലി യൂഷ്വലി നടക്കുന്നത്. കഴിഞ്ഞ വർഷം IIT ഖരഗ്പൂർ ആയിരുന്നു ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രോം നൈറ്റുകളുണ്ട്, DJ ഷോസ് ഉണ്ട്. ലൈക്ക് എവറി മന്ത് വിൽ ബി ഹാവിംഗ് DJ ഷോസ്. നമുക്ക് ഈ സൺഡേ ഒരു DJ ഷോ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കൾച്ചറൽ ആസ്പെക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് എ വെരി ഗുഡ് ലൈഫ് ഹിയർ. എന്താ പറയാ, എക്സ്പീരിയൻസ് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു നെറ്റ്വർക്കിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ IIT ഹൈദരാബാദിന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമ്മളിവിടെ ജപ്പാൻ ഗവൺമെന്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ജപ്പാൻ ഗവൺമെന്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജപ്പാൻ യൂണിവേഴ്സിറ്റീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കിംഗ് ആണ് IIT ഹൈദരാബാദിലുള്ളത്. ആൻഡ് വി ഹാവ് IIMസിലെ പോലെ സ്റ്റുഡൻസിനെ ലൈക്ക് ഫോറിൻ സ്റ്റുഡൻസ് ഒരു സെമ്മിൽ നമ്മൾ ഇവിടുന്ന് സ്റ്റുഡന്റ് എക്സ്ചേഞ്ചുകൾ നടക്കാറുണ്ട്. ആൻഡ് ഡിസംബറിൽ അടുത്ത സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് വരുന്നുണ്ട്. അതായത് ഇവിടുന്ന് കുട്ടികൾ അവിടെ പോയി പഠിക്കും, അതുപോലെ തന്നെ അവിടുത്തെ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കും. അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. ആൻഡ് വി ഹാവ് മക്കാവ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം വരുന്നുണ്ട്. സോറി, എന്നാണ് മെയ്യിൽ വരുന്നുണ്ട്. ആൻഡ് അവിടെ നിന്ന് ജപ്പാനിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. ആൻഡ് വി ആർ ഓർഗനൈസിങ് ഇറ്റ്. നമ്മൾക്ക് അതിന്റെ വോളണ്ടിയേഴ്സ് ആവാം, അവരുമായിട്ട് സംസാരിക്കാം, നമ്മുടെ ഓർഗനൈസേഷൻ സ്കിൽസ് ബിൽഡ് ചെയ്യാം. അങ്ങനെയുള്ള പല അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള, ലൈക്ക് നമ്മളിവിടെ ഓരോ ദിവസവും ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഓരോ പ്രോഗ്രാംസ് കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ വെരി ബേസിക് അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് എല്ലാം ഓപ്പൺ ആണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും പോയി പങ്കെടുക്കാം. സോ അപ്പോൾ നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒതുങ്ങി നിന്ന് പഠിക്കുന്നതിനും അപ്പുറമായിട്ട് പല പല ആളുകളെ കാണാൻ, പല പല ഫാക്കൽറ്റീസിനെ പരിചയപ്പെടാൻ, പുതിയ പുതിയ ആളുകള്, പുതിയ എൻവയൺമെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. കാരണം നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചു വന്ന ഒരു കൈൻഡ് ഓഫ് ഒരു കൾച്ചർ അല്ല ഇവിടെ. വെരി ഡിഫറെന്റ് കൾച്ചർ. ടീച്ചേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ലൈക്ക് നമ്മളിപ്പോ ലൈക്ക് ക്ലാസ്സിലൊക്കെ ലൈക്ക് ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ, ലൈക്ക് ഇപ്പൊ നമ്മള് ക്ലാസ്സിൽ ഒരു കപ്പ് കോഫി ആയിട്ട് കയറി ചെന്നാൽ പോലും ഒന്നും പറയാത്ത ടീച്ചേഴ്സ് ആണ്. ലൈക്ക് റിയലി വെരി ഗുഡ് പീപ്പിൾ, ഗ്രൗണ്ട് ടു എർത്ത് പീപ്പിൾ ആണ്, വെരി കാം ആണ്. ലൈക്ക് ടോക്സിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് തിങ്സ് ഇവിടെ ഇല്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ ആന്റി റാഗിങ് സെൽസ് ആയാലും ഇവിടെ ഭയങ്കര ആക്റ്റീവ് ആണ്. ലൈക്ക് യു ഡോണ്ട് ഹാവ് സച്ച് കൈൻഡ് ഓഫ് തിങ്സ്. നമുക്ക് എൻജോയ് ചെയ്യാവുന്നതിന് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് ആണ് IIT എന്ന് പറയുന്നത്. പിന്നെ ലൈക്ക് അക്കാഡമിക്കലി സ്പീക്കിംഗ് ആയാലും യു ഹാവ് എ വെരി ഗുഡ് ഫെസിലിറ്റി ഔട്ട് ഹിയർ. ലൈബ്രറി ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ലൈക്ക് സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം, ലൈക്ക് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കും പഠിക്കാതിരിക്കാൻ തോന്നില്ല. അതാണ് ആക്ച്വലി സത്യം. കാരണം എവിടെ നോക്കിയാലും യു ഹാവ് ദ വെരി ടോപ്പ് മോസ്റ്റ് ടെക്നോളജിയിൽ, ലൈക്ക് വി ആർ ദ വെരി ഫാസ്റ്റ് ഗ്രോയിങ് IIT ഓൾ ഓവർ ഇന്ത്യ. ആ കാര്യത്തിൽ കാരണം ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളുന്നതല്ല. അതായത്
ഇപ്പൊ ഞാനിപ്പം ഒരു മാസത്തേന് വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ കാണാം പുതിയ കുറെ ബിൽഡിങ്ങുകൾ ഇവിടെ ഓൾറെഡി കൺസ്ട്രക്റ്റഡ് ആയിട്ട് നിൽക്കും. സോ ദ ഗ്രോത്ത് ഇസ് റിയലി ഫാസ്റ്റ്. ലൈക്ക് പുതിയ പുതിയ ബിൽഡിങ്സ്, പുതിയ പുതിയ ടെക്നോളജീസ്, റിസർച്ചിൽ അവരിപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റിസർച്ചിലാണ്. റിസർച്ചസിൽ പുതിയ പുതിയ ബിൽഡിങ്സ്, പുതിയ പുതിയ കോംപ്ലക്സ്, പുതിയ പുതിയ മെഷീൻസ്. അതിപ്പം സോഷ്യൽ സയൻസിലായാലും നമുക്കും കുറെ കാര്യങ്ങൾ, നമുക്കായിട്ട് പുതിയ ഡിപ്പാർട്ട്മെന്റ് ഓപ്പൺ ആയി കഴിഞ്ഞ ലാസ്റ്റ് മന്ത് നമ്മൾ വരുന്ന സമയത്ത് അങ്ങനെയുള്ള കുറെ കുറെ നല്ല കാര്യങ്ങൾ ഇവിടുന്ന് പഠിക്കാനായാലും ഉണ്ട്. നമുക്ക് ഗ്രോ ചെയ്യാനൊക്കെ ആയാലും ഒരുപാട് കാര്യങ്ങൾ IIT പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിപ്പം അക്കാഡമിക്കലി ആയാലും അതുപോലെ തന്നെ ബോത്ത് കൾച്ചറലായാലും അല്ലെങ്കിൽ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ആയാലും എല്ലാം ഇവിടെ പ്രൊവൈഡ് ആണ്. ഇവിടെ വയലൻസ് അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ ഒരു ലൗഡ് മോഡ് ഓഫ് തിങ് ഇല്ല. എല്ലാം ഭയങ്കര കാം ക്വയറ്റ് ആണ്. ലൈക്ക് ഹോസ്റ്റൽ ലൈഫ്സ് ആയാലും എല്ലാം അടിപൊളിയാണ്. വി ഹാവ് എവിടെ പോയാലും വെൻഡിങ് മെഷീൻ കാണും. അതാണ് ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം. അതായത് ഇപ്പം വിശന്ന് ഇപ്പൊ കറങ്ങി രാത്രി ഇപ്പം നടക്കുകയാണെങ്കിൽ പോലും എവിടെ നോക്കിയാലും വെൻഡിങ് മെഷീൻസ് കാണും. പോവുക, ഇതിടുക, സാധനം എടുക്കുക, കഴിക്കുക, അങ്ങനെ സെറ്റപ്പ്. അപ്പം ആ കാര്യത്തിലൊക്കെ ഞാൻ ട്രൂലി ബ്ലസ്ഡ് ആണ് ടു ബി പാർട്ട് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ലൈക്ക് എന്താ ആളുകളായിട്ട് പങ്കെടുക്കാനായാലും പരിചയപ്പെടാനായാലും ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ഫൺ ഗൈസ്. കാരണം പഠിത്തം മാത്രമല്ല, ലൈക്ക് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ഏരിയ അറിഞ്ഞ് പഠിക്കാനായിട്ട് പറ്റും. ഇപ്പൊ MA നമ്മൾ അവര് ലൈക്ക് നമുക്ക് ഫോഴ്സിങ് ഇല്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ലൈക്ക് കോഴ്സ് സ്ട്രക്ചറിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു രീതി അല്ലെങ്കിൽ സ്ട്രക്ചർ, ഇപ്പൊ നമ്മളൊരു പേപ്പർ എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ഗിവ് us an ഔട്ട്ലൈൻ. എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്, എന്താണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും ലൈക്ക് ഓൾറെഡി അവരൊരു സിലബസ് ഫിക്സ് ചെയ്ത് ഇന്നത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞായിരിക്കും പറയുന്നത്. അങ്ങനെയല്ല. ലൈക്ക് ഓൾറെഡി നമ്മളൊരു 2-3 ക്ലാസ് നമുക്ക് ഡിസ്കഷൻ ഫേസ് ആണ്. അതായത് ഈ പേപ്പറിൽ ഇന്ന കാര്യങ്ങളാണ് ഉള്ളത്. എന്നിട്ട് അവർ ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ഇതിൽ പഠിക്കാൻ താല്പര്യമുള്ളത്, അല്ലെങ്കിൽ എന്താണ് കൂടുതൽ അറിയേണ്ടത്, ഏത് ഏരിയയിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ടൊരു ഡിസ്കഷൻ നടക്കും. അതിൽ നിന്ന് കളക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് എടുത്തുകൊണ്ടാണ് ആക്ച്വലി അവർ ആ വർഷത്തെ അല്ലെങ്കിൽ ആ ഇയറിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് വരുന്നുണ്ട്. പുറത്തുനിന്ന് ഫാക്കൽറ്റീസ് വന്ന് പഠിപ്പിക്കുന്നുണ്ട്. ISI വരുന്നുണ്ട്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിന്ന് വരുന്നുണ്ട്. ആൻഡ് വി ഹാവ് ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ്. നമുക്ക് ഈ മാസം ഫുള്ള് ഹെൽത്ത് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നൊരു പേപ്പർ ഉണ്ട്. ആൻഡ് ആ പേപ്പർ എടുക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ എന്ന് വന്നിട്ടുള്ള 2 പ്രൊഫസേഴ്സ് ആണ്. ആൻഡ് ദേ ആർ ടേക്കിംഗ് ദ ക്ലാസ്. വി ഹാവ് വെരി ഗുഡ് ഡിസ്കഷൻ ഫേസ് ആണ്. ലെക്ചറിനേക്കാളുപരി നമ്മൾ കുറെ പഠിക്കാനായിട്ടുണ്ട്. ലെക്ചർ ലൈക്ക് നമ്മുടെ ടോക്ക് സ്കിൽസ് ഒക്കെ കുറെ ബിൽഡ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി അവരെയൊക്കെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി ഹാപ്പി. സാധാരണ ഒരു കോളേജിൽ നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പം എക്സ്ട്രാ പഠിപ്പിച്ചു തരുമോ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ളവരുണ്ട്. പക്ഷെ അതൊന്നും അല്ല ഇവിടെ. ലൈക്ക് നമുക്ക് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നമുക്കത് അവിടെ പറയാം. അതുപോലെ തന്നെ ഇഫ് MA ജോയിൻ ചെയ്യുമ്പോൾ തന്നെ PhD മൈൻഡോട് വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന ഏരിയയാണ് നിങ്ങൾക്ക് റിസർച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MA തുടങ്ങുന്ന ടൈമിൽ തന്നെ നെറ്റിന്റെ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങളോ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മെയിൽ ചെയ്യുക ടീച്ചേഴ്സിന്. ദേ വിൽ ഗിവ് യു ദ അപ്പോയിന്റ്മെന്റ്. അവിടെ പോയി കാണുക ആൻഡ് ദേ വിൽ ടെൽ യു വാട്ട് ടു ഡു. അങ്ങനെയാണ് ആക്ച്വലി അവിടുത്തെ കാര്യങ്ങൾ. സോ അത് ഞാനൊന്ന് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. അതാണ് ഇവിടെ ഞാൻ പറഞ്ഞത് IIT ലൈഫിന്റെ കാര്യം. ഇറ്റ് ഇസ് ലൈക്ക് really good thing. If you are someone looking for a very good peaceful academic mind, അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ട് അക്കാഡമിക്സ് നോക്കണം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റോടെ പഠിക്കണം, വലിയ ശല്യങ്ങളൊന്നും പാടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് വിൽ ബി പ്ലേസ്. പിന്നെ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു MA അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. സെയിം തിങ് ഇവിടെ PhD ഉണ്ട്. ഇവിടെ PhD സ്റ്റുഡൻസ് ആണ് കൂടുതലും, റിസർച്ച് ഓറിയന്റഡ് ആണ് കൂടുതലും, റിസർച്ചിൽ ഫോക്കസ് ചെയ്യുന്നവരാണ് കൂടുതലും. അങ്ങനെയുള്ള ഏരിയ. അപ്പൊ റിസർച്ചിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്കണോമിക്സിൽ PhD റിസർച്ചിൽ ഫോക്കസ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഉണ്ട്, ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, സൈക്കോളജി ഉണ്ട്, TSൽ ചെയ്യുന്നവരുണ്ട്. PhD സ്റ്റുഡൻസ് ആർ ലോട്ട്. ഇവിടുത്തെ റിസർച്ച് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടിങ് ഒക്കെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്കൽറ്റീസ് ആർ സോ കീൻ. ലൈക്ക് ഇതിപ്പം നമ്മൾ ഒരു പരിചയമില്ലാത്തവരായപ്പോലും നമുക്കൊരു CVക്ക് വേണ്ടിയിട്ട് ഒരു റെക്കമെൻഡേഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു മടിയില്ലാണ്ട് എഴുതരും. റിയലി നൈസ് പീപ്പിൾ. ലൈക്ക് റിസർച്ച് ഫോക്കസുകളായാലും നമ്മൾ കൂടുതലായിട്ടും ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ട് കൊളാബ് ചെയ്ത് റിസർച്ച് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ലൈക്ക് എന്താ പറയുക, പല ഇന്റർഡിസിപ്ലിനറി എടുത്ത്, അതായത് ഒരു സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്യാണ്ട് പല പല സബ്ജക്റ്റുകൾ എടുത്ത് ഫോക്കസ് ചെയ്ത് റിസർച്ച് ചെയ്യുന്നവരുണ്ട്.
ഫണ്ടിങ്ങിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് JRF ഫണ്ടിങ്ങോട് കൂടി വരുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫണ്ടിങ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫണ്ടഡ് ആയിട്ട് കുട്ടികളെ എടുത്ത് PhD സ്കോളേഴ്സിനെ എടുത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ വർഷം അതുണ്ടോ എന്നുള്ളത് ഐ എം നോട്ട് ഷുവർ, ബിക്കോസ് അതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ വന്നേ പറ്റുള്ളൂ. കാരണം ഇന്ത്യ പുതിയ ഗൈഡ് ലൈൻസ് ഇറക്കിയുണ്ട്. IITസിന് അത് ആപ്ലിക്കബിൾ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ലാസ്റ്റ് സെം വരെ ഇഫ് യു ഹാവ് എ CGPA ഓഫ് അബൌവ് 8.5 CGPA ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നെറ്റ് ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ കൺവേർട്ട് യുവർ MA ടു PhD. അങ്ങനൊരു സ്കോപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ വർഷം തൊട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ റിസർച്ച് ഫണ്ടിങ്ങിലുണ്ട്. മെയിൻ ആയിട്ട് ഫണ്ടിങ് ഒന്നെങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ICSSR ഫണ്ട് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫണ്ടിങ്ങിന് പുറകെ ഇൻഡസ്ട്രിയൽ ഫണ്ടിങ് ഉണ്ട്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ ഫണ്ടിങ്ങിന്റെ കാര്യത്തിലായാലും ലൈക്ക് അന്നത്തെ ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ബി ഹാവിങ്, യു ക്യാൻ സെൻഡ് യുവർ റിസർച്ച് പ്രപ്പോസൽ, ലൈക്ക് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ദേ വിൽ കോൾ യു ഫോർ ദ ഇന്റർവ്യൂ. അങ്ങനെയാണ് ആക്ച്വലി ഫണ്ടിങ് കൊടുത്ത് ഇതിന് കയറുന്നത്. സോ 80+ PhD സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം 2 ഇന്റേൺഷിപ്പ് ടൈം, രണ്ട് PhD ഇൻടേക്കുകൾ, ഒന്ന് വിന്റർ ഇൻടേക്കും ഉണ്ട്, ഒന്ന് സമ്മർ ഇൻടേക്കും ഉണ്ട്. അതായത് പെർ ഇയർ 2 പ്രാവശ്യം അവർ എൻട്രി നടത്തും. ആൻഡ് ഒരു ഫാക്കൾട്ടിയുടെ അണ്ടറിൽ അറൗണ്ട് ജൂനിയർ സ്കോളേഴ്സ് കയറുന്നത് മാക്സിമം 2 അല്ലെങ്കിൽ 3. അതാണ് ഇവിടുത്തെ ഒരു എന്താ പറയാ ഇതായിട്ട് പറയുന്നത് റിസർച്ചിൽ. ഇപ്പം റിസർച്ചിന്റെ ഒരു ഫെസിലിറ്റി, ഇപ്പം ലൈക് ഫവാസ് ഇങ്ങനെ പറയുന്ന കാര്യം പറഞ്ഞപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസർച്ചിനെ പറ്റി കൂടുതൽ പറയുന്നത്. അപ്പം ഇത് ആക്ച്വലി ഒരു റിസർച്ച് ഹബ്ബാണ്. ഇതിപ്പം എന്തെടുത്താലും പുതിയ പുതിയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണിത്. അതിപ്പം ടെക്കിന്റെ കാര്യത്തിലായാലും ഡിസൈനിന്റെ കാര്യത്തിലായാലും നമ്മുടെ സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലായാലും റിസർച്ച് ഏരിയ, ലൈക്ക് റിസർച്ചിന്റെ ഒരു ഹബ്ബ് എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് ദേ ആർ റിയലി ഇൻ ടു റിസർച്ച്. ദ ഫാക്കൽറ്റീസ് ആയാലും നമുക്കിപ്പം റിസർച്ച് ഓറിയന്റഡ് അല്ലെങ്കിൽ റിസർച്ച് മൈൻഡഡ് ആണ് എന്നുണ്ടെങ്കിൽ ദേ വിൽ ഫൈൻഡ്, എവിടെ നിന്നാണെങ്കിലും നമ്മളൊരു ചെറിയ ഒരു ഇൻപുട്ട് കൊടുത്താലും ദേ വിൽ ഗിവ് യു മോർ കണക്ഷൻസ്, ദേ വിൽ ഗിവ് യു മോർ നെറ്റ്വർക്ക്സ്. ലൈക്ക് IIT നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ബിഗ് ഗൈസ്. ലൈക്ക് എന്താ പറയുക, നമ്മളിപ്പം ദ ടാഗ് ദാറ്റ് ഇറ്റ് ഗിവ്സ്, അതായത് ഇപ്പൊ പുറത്തെവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ലൈക്ക് നോർമൽ PG ചെയ്യുന്നതിനേക്കാളും ഇറ്റ്സ് ഫാർ ഫാർ ബെറ്റർ. കാരണം ദ നെറ്റ്വർക്ക് വി ആർ എക്സ്പോസ് ടു ഇറ്റ് ഈസ് റിയലി ഹൈ. ലൈക്ക് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഉണ്ട്. ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് സോ ദാറ്റ് ആ ഒരു എക്സ്പോഷർ നമുക്ക് അല്ലാണ്ട് ഉള്ള യൂണിവേഴ്സിറ്റീസിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇന്റർനാഷണൽ ലൈക്ക് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ദേ ഗിവ്, ലൈക്ക് ഇവിടുന്ന് ലൈക്ക് പുറത്തുനിന്ന് ഫണ്ടിങ് കിട്ടി ഇവിടെ ലൈക്ക് എന്താ പറയുക, ഇവിടെ റിസർച്ച് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് പഠിച്ചിറങ്ങി പുറത്തു പോയി റിസർച്ച് ചെയ്യുന്നവരുണ്ട്. ദ തിങ് ഇസ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ മൈൻഡിൽ ചെറിയൊരു റിസർച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ റിസർച്ചിലേക്ക് മാറിപ്പോകും. കാരണം അങ്ങനെ ഒരു ഫാക്കൽറ്റിയാണ്, അങ്ങനെ ഒരു എൻവയൺമെന്റ് ആണ് ഇവിടെ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ. പിന്നെ ലൈക്ക് എനിക്ക് കുറച്ച് സ്ലൈഡ്സ് കാണിക്കണം തോന്നി, ബട്ട് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ലൈക്ക് എക്സ്പ്ലെയിൻ ചെയ്യാറായിട്ടില്ല ഞാൻ. കാരണം ഞാൻ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. കോഗ്നിറ്റീവ് സയൻസ് ഡിപ്പാർട്ട്മെന്റിലായാലും നമ്മുടെ ലൈക്ക് എന്താ നോർമൽ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിലായാലും വി ഡു ഹാവ് എ ലോട്ട് ഓഫ് സോഫ്റ്റ്വെയർസ് ആൻഡ് കൈൻഡ് ഓഫ് തിങ്സ്. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ റിസർച്ചിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. അതായത് ഈ DS-ല് പ്രോഗ്രാം സ്ട്രക്ചറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ സ്റ്റാറ്റിന്റെ കാര്യങ്ങൾ കുറെ പഠിക്കുന്നുണ്ട്. അതിൽ റിസർച്ച് ഓറിയന്റഡ് മാത്രമല്ല, നമുക്ക് സ്റ്റാറ്റിന്റെ ഒരു പേപ്പർ ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പാക്ട് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെരി ഗുഡ് പേപ്പർ ഉണ്ട്. നമ്മൾ PGയിൽ നമ്മൾ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കോഡിങ് പഠിക്കുന്ന പോലെ ഇവിടെയും കോർ എടുത്ത് കമ്പൽസറി ആയിട്ട് അത് പഠിച്ചേ പറ്റത്തുള്ളൂ. വി ഡു ഹാവ് പ്രോഗ്രാമിംഗ്. ആ പ്രോഗ്രാം പഠിക്കണം, ഒന്നെങ്കിൽ കോർ എടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ ഇലക്ടീവ് എടുത്ത് പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇലക്ടീവ് എടുക്കുമ്പോൾ ഫസ്റ്റ് സെമ്മിൽ മാത്രമേ കോർ പഠിക്കുന്നുള്ളൂ. സെക്കൻഡ് സെമ്മ് തൊട്ട് നിങ്ങൾക്ക് ഇപ്പൊ റിസർച്ച് ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിസർച്ച് ഇൻട്രസ്റ്റ് ക്വാണ്ട് ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റിൽ വരുന്ന ഇലക്ടീവ് എടുത്ത് പഠിച്ചാൽ മതി, ക്വാളിറ്റേറ്റീവ് എടുക്കണ്ട. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇതായിട്ട് നമുക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു റിസർച്ച് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദ ക്വാളിറ്റേറ്റീവ് ഇലക്ടീവ്സ് എടുത്ത് പഠിച്ചാൽ മതി. ക്വാണ്ടിൽ വീക്ക് ആണെന്നുണ്ടെങ്കിൽ ക്വാണ്ട് എടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. ബട്ട് ഇറ്റ് ഇസ് ഗുഡ് ഇഫ് യു ഹാവ് എ ക്വാണ്ടിൽ ഒരു ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ യുവർ എന്താ പറയുക CV ആസ് വെൽ ആസ് ഇപ്പം ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി നൈസ്.
അപ്പൊ അത് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. വി ഡു ഹാവ് കൺസ്യൂമർ പിരമിഡ് CPHS സോഫ്റ്റ്വെയർസ് ഉണ്ട് ഇവിടെ, ആൻഡ് സ്റ്റാറ്റ സോഫ്റ്റ്വെയർ ഉണ്ട്. ആൻഡ് സോഫ്റ്റ്വെയർസിന്റെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ എനിക്ക് ആഡ് ഓൺ ചെയ്യാൻ തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IIT ഹൈദരാബാദിന്റെ വൈഫൈ ഇസ് സോ മച്ച് പവർഫുൾ. ലൈക്ക് നിങ്ങൾക്ക് ലൈക്ക് എവിടെ ഇരുന്നിട്ട് ഇപ്പൊ ഓക്സ്ഫോർഡ് പ്രസിന്റെ വരെ IIT ഹൈദരാബാദ് വൈഫൈ പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും, പേപ്പേഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. ലൈക്ക് തൗസൻഡ്സ് ഡോളേഴ്സ് കൊടുത്ത് മേടിക്കേണ്ട സോഫ്റ്റ്വെയർസ് വരെ നമുക്കതിപ്പം MA സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഇന്ന സോഫ്റ്റ്വെയർ കിട്ടില്ല, അല്ലെങ്കിൽ ബിടെക്കിന്റെ എംടെക്കിന്റെ സോഫ്റ്റ്വെയർ കിട്ടില്ല, അങ്ങനെയൊന്നും ഇല്ല. ലൈക്ക് നിങ്ങൾക്ക് വേണ്ടുന്നത് എന്താണോ അതെല്ലാം ഇവിടെ ഉണ്ട്. ലൈക്ക് ആക്സസ് അൺലിമിറ്റഡ്. ലൈക്ക് നമുക്കിപ്പോ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ വേണം, അല്ലെങ്കിൽ ഇറ്റ് ഇസ് സോ കോസ്റ്റ്ലി, ലൈക്ക് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് വൈഫൈ കണക്ട് ചെയ്യുക, പാസ്വേഡ് കണക്ട് ചെയ്യുക, ലോഗിൻ, യു വിൽ ഗെറ്റ് എവറിത്തിങ് ഇൻ യുവർ ഹാൻഡ്സ്. ലൈക്ക് ഒരു പാട് പിന്നെ ഇപ്പം അക്കാഡമിയുടെ ആയാലും ഓക്സ്ഫോർഡ് പ്രസിന്റെ ആയാലും അല്ലെങ്കിൽ എന്താ പറയുക വേറെ സ്കോപ്പസ് പോലെയുള്ള ലൈക്ക് റിസർച്ച് ടൂൾസുകളായാലും എല്ലാം ഇറ്റ് ഇസ് ഫ്രീ. ലൈക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് റിസർച്ച് ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ബട്ട് ഐ എം നോട്ട് സോ മച്ച്, എനിക്ക് അതിനെ പറ്റി അധികം അറിയില്ല സിൻസ് ഐ എം ജസ്റ്റ് ജോയിൻ നൗ. പിന്നെ റിസർച്ച് ഫണ്ടിങ്ങിന്റെയും കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ വേറെ എല്ലാവരും ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നത് ഫ്യൂച്ചർ ആസ്പെക്ട് എന്താണ്, കരിയർ പാർട്സ് എന്താണ്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് കഴിഞ്ഞിട്ട് MA കഴിഞ്ഞിട്ട് PhD കഴിഞ്ഞിട്ട് PhD എടുക്കാണ്ട് എന്താണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഓഫ് കോഴ്സ് ലൈക്ക് DS ലൈക്ക് എക്കണോമിക്സും DSും PG കഴിഞ്ഞും തമ്മിൽ വ്യത്യാസമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് DS പഠിച്ചിറങ്ങുന്ന ഒരാൾ കൂടുതലായിട്ടും പിന്നെ ഇവിടുത്തെ പ്ലേസ്മെന്റിന്റെ കാര്യം പറയാൻ പറ്റുമോ? ലൈക്ക് ഞാൻ പറഞ്ഞു ഇവിടുത്തെ 5th ബാച്ച് ആണ്. ലൈക്ക് ഒഫീഷ്യലി നമുക്ക് ഇവിടെ ഒരു പ്ലേസ്മെന്റ് സെൽ ഇല്ല, ബട്ട് സ്റ്റിൽ ഈ വർഷം തൊട്ടാണ് ആക്ച്വലി പ്ലേസ്മെന്റ് സെൽ ഇവിടെ ഓപ്പൺ ആയത്. കഴിഞ്ഞ സെം വരെ ഒഫീഷ്യലി ഒരു പ്ലേസ്മെന്റ് സെൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് യു ആർ നോട്ട് അൺഎംപ്ലോയിഡ് ആഫ്റ്റർ എന്താണ് PG. ലൈക്ക് മെനി ഓഫ് ദം ജോയിൻ ആസ് TAs, അല്ലെന്നുണ്ടെങ്കിൽ നീതി ആയോഗ്, അതുപോലെ തന്നെ നമ്മുടെ മിനിസ്ട്രി ഓഫ് വുമൺ ചൈൽഡ് ഹെൽത്ത് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ കോർപ്പറേറ്റുകളിൽ ജോലി ചെയ്യുന്നവരുടെ റിസർച്ച് അനലിസ്റ്റുകളായിട്ട് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് അനലിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കരിയർ പ്രോസ്പെക്ട് ഉണ്ട്. പിന്നെ പ്ലേസ്മെന്റ് സെല്ലിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഡിസംബർ ആവണം, കാരണം ഡിസംബറിലാണ് ഇവിടെ പ്ലേസ്മെന്റിന്റെ ഇത് വരുന്നത് ഈ വർഷം. സോ നമ്മുടെ സീനിയേഴ്സിനാണ് ആദ്യമായിട്ട് പ്ലേസ്മെന്റ് സെല്ലിൽ വഴി ഇതിന് പോകാൻ പോകുന്നത്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് ഇവിടുത്തെ ഒരു ഫാക്കൽറ്റി പ്രൊഫൈൽ സ്റ്റുഡൻസ് പ്രൊഫൈൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദം PhD കഴിഞ്ഞിറങ്ങിയവരായാലും എല്ലാം ഒരുവിധം എല്ലാവരും IITസിലും IIMസിലും അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആണ്. IIT ഖരഗ്പൂരിൽ എക്കണോമിക്സ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വെരി സൂപ്പർ ഫാക്കൽറ്റി IIT ഖരഗ്പൂരിൽ എക്കണോമിക്സ് പഠിപ്പിക്കാനായിട്ട് ഇലക്റ്റീവായിട്ട് പഠിപ്പിക്കാനായിട്ട് കയറി. സോ ദാറ്റ് ഇസ് റിയലി നൈസ് തിങ്. ആൻഡ് വി ഡു ഹാവ് ദ ഫാക്കൽറ്റീസിന്റെ ഒക്കെ ഇത് വെച്ചിട്ടാണെങ്കിലും നമ്മൾ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഗൈസ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ടീച്ചേഴ്സിനൊക്കെ ബുക്ക് പബ്ലിഷിംഗ് ആയാലും ആന്ത്രോപോളജി ആൻഡ് ഐ കനോട്ട് പുള്ളിക്കാരുടെ പേര് പറയണമെങ്കിൽ ഹരിപ്രിയ മാം, ഷീസ് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് ആന്ത്രോപോളജിസ്റ്റ് ഇൻ ഇന്ത്യ. ആൻഡ് പുള്ളിക്കാരോട് പഠിപ്പിക്കാനുണ്ട് എന്റെ ഫാക്കൽറ്റിയാണ്. ഐ എം സോ പ്രൗഡ് ഓഫ് ദാറ്റ്. ആൻഡ് വി ഹാവ് ചന്ദൻ സാർ ആക്ച്വലി ജെൻഡർ സ്റ്റഡീസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ശ്രീത പാറ്റർജി മാം, ദെൻ അമൃത മാം ആക്ച്വലി ഈസ് എൻ LSE. ഇവിടെയുള്ള ഒരുവിധം എല്ലാ ഫാക്കൽറ്റീസും LSE ഫാക്കൽറ്റീസ് ആണ്. LSEയിൽ നിന്ന് പഠിച്ചിറങ്ങി LSEയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. അമൃത ഈസ് ആക്ച്വലി ഷീ ഈസ് ഹാവിംഗ് ഹർ PhD MA in economics from LSE. LSE ഫാക്കൽറ്റി ആണ്. പുള്ളിക്കാരി മൈഗ്രേഷനിലാണ് ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത്. And we have many other അവരുടെ പല പബ്ലിക്കേഷൻസും ഉണ്ട്. ആൻഡ് വി ഹാവ് ISI ഫാക്കൽറ്റി ഓവർ ഹിയർ, ഗൗരവ് സാർ ഉണ്ട് ക്വാണ്ടിന്റെ കാര്യത്തിൽ. സോ ലൈക്ക് ഇപ്പം ക്വാണ്ട് ആയാലും ക്വാൾ ആയാലും യു ഹാവ് ദ ബെസ്റ്റ് ഫാക്കൽറ്റി ഹിയർ. അപ്പം ഞാൻ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. യു ഹാവ് ദ ബെസ്റ്റ് ഫാക്കൽറ്റി ഹിയർ ആൻഡ് യുവർ ഫ്യൂച്ചർ, ഞാൻ പറഞ്ഞില്ലേ, ഫ്യൂച്ചർ പ്രോസ്പെക്റ്റുകളായാലും NGOസിലും പ്രോജക്ട് മാനേജ്മെന്റിലും അനാലിസിസ്, പോളിസി അനാലിസിസ്, അങ്ങനെയുള്ള ഒരു ഏരിയ ലൈക്ക് ഒരു എന്താ പറയുക ഒരു ഡെവലപ്മെന്റൽ ആസ്പെക്ട് ഉള്ള അങ്ങനെ ഒരു ഫോക്കസിലാണ് ആക്ച്വലി നമ്മുടെ ഒരു കോഴ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഫ്യൂച്ചർ ആസ്പെക്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ലൈക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ലൈക്ക് ഞാനൊരു സ്റ്റുഡന്റ് ആണ്, അപ്പോൾ ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ആൻഡ് ദിസ് ഇസ് മൈ മെയിൽ. ഞാനിതാണ് ആക്ച്വലി വലിയൊരു പ്രസന്റേഷൻ ഉണ്ടാക്കാൻ ഉള്ള ടൈം കിട്ടിയില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചത്. ആൻഡ് ഐ ഗസ്. ആൻഡ് ഗൈസ്, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ദ വെരി തിങ് അബൌട്ട് ദി പ്രിപ്പറേഷൻസ് ദാറ്റ് യു ഹാവ്, ലൈക്ക് ഇപ്പൊ നിങ്ങളൊരു
തേർഡ് ഇയറിന്റെ തുടക്കത്തിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻസ് നൗ. ലൈക്ക് കോളേജിലാണ് അല്ലെങ്കിൽ എക്സാം ഉണ്ട് എന്നുള്ളത് നിൽക്കരുത്. കോച്ചിങ് എടുക്കുക. കോച്ചിങ് ബിക്കോസ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മളിപ്പം കോളേജിൽ പഠിക്കുന്ന സമയത്ത് എക്സാംസിന്റെ ഒക്കെ കൂടെ അല്ലെങ്കിൽ ഇതിന്റെ കൂടെ സ്വന്തമായിട്ട് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഞാനൊന്ന് പയറ്റി നോക്കി ഇതായി പോയതാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് കുറച്ച് ടൈം വേണ്ടിയിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇന്ത്യ അങ്ങനെ പഠിക്കുന്നവരും ഉണ്ട്. ബട്ട് സെൽഫായിട്ട് പഠിക്കുന്നതിനേക്കാളും എപ്പോഴും ഒരു അസിസ്റ്റൻസ് എടുക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യത്തിനായാലും പിന്നീടുള്ള കാര്യത്തിനായാലും എല്ലാം അത് റിയലി ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദിസ് ടീം ലൈക്ക് ഫവാസ് ഒക്കെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദ ടീം ദാറ്റ് റെക്കോർഡ് മൈൻ, ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ എം ഓൾസോ എ പാർട്ട് നൗ. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. എനിക്കതാണ് പറയാനുള്ളത്. ആൻഡ് ഐ തിങ്ക് ഐ ഫിനിഷ്ഡ് ലൈക്ക് ഫവാസ്. താങ്ക് യു. താങ്ക് യു. സോ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? യു ക്യാൻ യൂസ് യുവർ ചാറ്റ് ബോക്സ് ഓർ യു ക്യാൻ ഓപ്പൺ യുവർ മൈക്ക് വട്ടെവർ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്ക് തോന്നുന്നു എക്കണോമിക്സിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഒരു ഡിസിപ്ലിനറി ഏരിയയിലേക്ക് നമുക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ലൈക്ക് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ സോഷ്യോളജി പഠിച്ച ഒരാൾക്കും ഒരു പക്ഷേ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലേക്ക് പോകാൻ പറ്റും. ബട്ട് ഇസിലടക്കമുള്ള ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലേക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച ആളുകൾക്കും ആക്സസ് ഉണ്ട്. പക്ഷേ ഡിഗ്രി ഇംഗ്ലീഷ് ലിറ്ററേച്ചറോ അല്ലെങ്കിൽ സോഷ്യോളജിയോ പഠിച്ചു വരുന്നൊരു കുട്ടി ഡെവലപ്മെൻറ്റിലേക്ക് പോകുന്നതും എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലേക്ക് പോകുന്നതും ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. കാരണം ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ റിസർച്ച് മോസ്റ്റ് ഓഫ് ദ ടൈം അത് ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഡാറ്റാസ് അനലൈസ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒന്നുകൂടി ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ ആയിട്ടുള്ള ഒരു റിസർച്ച് ഏരിയയാണ് പലപ്പോഴും ഡെവലപ്മെൻറ്റിൽ നമുക്ക് നോർമലി കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെയൊക്കെ എക്കണോമിക്സ് പഠിച്ചൊരു കുട്ടിക്ക് വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് കമ്പയറിംഗ് ടു എനി അതർ സോഷ്യൽ സയൻസ് സബ്ജക്ട്. എക്കണോമിക്സിൽ ക്വാണ്ട് ഏരിയ, ഒരു ബേസിക് ക്വാണ്ട് ഏരിയാസിൽ നമ്മളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. ലൈക്ക് ഈവൻ ബേസിക് സ്റ്റാറ്റ്, ബേസിക് മാത്ത്. സോ നമ്മളെപ്പോഴും കരുതും ബി എ എക്കണോമിക്സ് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ഏക ഒരു ഓപ്ഷൻ ആക്ച്വലി അത് നേരെ ഡയറക്റ്റ് എം എ എക്കണോമിക്സിലേക്ക് പോവുകയാണ് എന്നുള്ളത്. പക്ഷെ അതിനേക്കാൾ ഒരു പക്ഷേ നമുക്ക് സ്കോപ്പും ഓപ്പർച്യൂണിറ്റീസും ഒക്കെയുള്ള കുറേ കോഴ്സുകൾ, ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സുകൾ, ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് പോലെയുള്ള, പോപ്പുലേഷൻ സ്റ്റഡീസ് പോലെയുള്ള കുറേ കോഴ്സുകൾ, ഹെൽത്ത് സ്റ്റഡീസ് പോലെയുള്ള കുറേ കോഴ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ മീനാക്ഷി പറഞ്ഞു IIT ഹൈദരാബാദിൻ്റെ കേസ്. നമുക്ക് ടിസ് ഉണ്ട്, അവിടെ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഉണ്ട്. നമുക്കവിടെ ഹെൽത്ത് സ്റ്റഡീസ് ഉണ്ട്. IIPS മുംബൈ ഉണ്ട്, അവിടെ ഹെൽത്ത് സ്റ്റഡീസ്, പോപ്പുലേഷൻ സ്റ്റഡീസിൽ MA ഉണ്ട്. ഇവരൊക്കെ ഒരു നോർമൽ എക്കണോമിക്സ് കോഴ്സ് കഴിഞ്ഞാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ PhD ഓപ്പർച്യൂണിറ്റീസ്, റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ്, അക്കാഡമിക് ഓപ്പർച്യൂണിറ്റീസ്, ഈവൻ പ്ലേസ്മെൻറ്റ് വരെ. നമ്മളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നിന്ന് പലപ്പോഴും MA എക്കണോമിക്സ് പാസ്സായാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരെ നിലവിൽ ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. സോ അത് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന, അല്ലെങ്കിൽ വലിയൊരു പണിയൊന്നും ഇല്ലാണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഏരിയാസ് തന്നെയാണ് എന്നുള്ളതാണ് ആസ് എ ടീം എക്കോണമീൻ്റെ ഭാഗത്ത് നമുക്കും പറയാനുള്ളത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ 9 മണിയായിരുന്നു സെഷൻ പറഞ്ഞിരുന്നത്, ഇപ്പോൾ ഓൾറെഡി 8:52 ആയി. നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾ ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കാം, ഓർ യു ക്യാൻ ആസ്ക് ഇൻ ചാറ്റ് ബോക്സ്. സോ യാ, ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഏത് മന്തിലാണ് എക്സാം ഉണ്ടാവുക? ആക്ച്വലി കഴിഞ്ഞ വർഷം വരെ നമുക്ക് ജൂൺ ജൂലൈ ടൈമിലായിരുന്നു എക്സാം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ വർഷത്തെ ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാംസ് എല്ലാം റിയലി കുറച്ചുകൂടി നേരത്തെ തന്നെ. ഇപ്പോൾ CUET യുടെ കാര്യമാണെന്നുണ്ടെങ്കിലും CUET ഞാൻ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്ന് പറഞ്ഞത് മാർച്ച് അവസാനത്തിന് എക്സാം നടത്തി. സോ ദേ ആർ റിയലി ക്വിക്ക്. ദ തിങ് ഇസ് ദാറ്റ് നമുക്ക് പെട്ടെന്ന് അക്കാഡമിക് ഇയർ തുടങ്ങണം, നെക്സ്റ്റ് 2 വർഷത്തിനുള്ളിൽ നെക്സ്റ്റ് മെയ്യിൽ തന്നെ തീർക്കണം എന്നുള്ളതാണ്. അപ്പം എനിക്ക് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് മെയ്യിലാണ്. പക്ഷെ ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് അറൌണ്ട് ജൂൺ ജൂലൈ. IIT ഹൈദരാബാദ്, ആക്ച്വലി ഞാൻ ഹൈദരാബാദും ഗുവാഹട്ടിയും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈദരാബാദ് കിട്ടി, അപ്പൊ ഞാനിവിടെ സെറ്റിലായി ഗുവാഹട്ടി എഴുതാൻ പോകാണ്ടിരുന്നതാണ്. സോ യാ, മെയ്യിലാണ് എക്സാം നടന്നത്. മെയ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ മെയ് 16th ആണ് എക്സാമും ഇന്റർവ്യൂവും സെയിം ഡേ ആയിരുന്നു. ഇവിടെ വന്ന് എക്സാം എഴുതണമായിരുന്നു. എക്സാം പാസ്സായി, ഇന്റർവ്യൂ എഴുതി, ആൻഡ് ഐ വെന്റ് ബാക്ക്. അത് കഴിഞ്ഞിട്ട് അറൌണ്ട് 3.5 വീക്കിന് ശേഷമാണ് കോൾ ലെറ്റർ വരുന്നത്. യാ, അപ്പം മെയ് പകുതി, മെയ് ലാസ്റ്റ്. ബട്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ ഒരു ഏപ്രിൽ അല്ലെങ്കിൽ മാർച്ച് എൻഡ്, ഏപ്രിൽ ആകുമ്പോൾ തുടങ്ങും.
എക്സാമിന് പർട്ടിക്കുലർ സിലബസ് ഉണ്ടോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പം കുറേ കാര്യങ്ങളുണ്ട്. ലൈക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങൾ കൂടുതൽ എ പാർട്ടിൽ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പകുതി പണി കഴിഞ്ഞു. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് എക്കണോമിക്സിൽ സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒന്നെങ്കിൽ ഹിസ്റ്ററി, ഇവിടെ ഹിസ്റ്ററി കൂടുതൽ അവർ ചോദിക്കാറില്ല. കൂടുതലായിട്ടും സോഷ്യോളജി, എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് കാര്യങ്ങളിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, തിയറി പ്ലസ് എന്താ പറയുക ആപ്ലിക്കേഷൻ, അതാണ് ചോദിക്കുക. അതായത് കറണ്ട് കാര്യങ്ങളെ പറ്റിയിട്ട് എപ്പോഴും അവെയർ ആയിരിക്കണം. എന്താണ് നടക്കുന്നത്, നമ്മൾ പഠിച്ചതുമായിട്ട് അത് എങ്ങനെ കണക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു പെർട്ടിക്കുലർ സിലബസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്സ്, സോഷ്യോളജി, അതുപോലെ തന്നെ ജെൻഡർ ആസ്പെക്റ്റുകളെ പറ്റിയും ഇൻഡിജീനിയസ് സ്റ്റഡീസിനെ പറ്റിയും അല്ലെങ്കിൽ ഇൻഡിജിനസ് കാര്യങ്ങളെ പറ്റിയും ഒക്കെ അറിയാം. പക്ഷെ കോറായിട്ട് നമുക്ക് വേണ്ടത് എക്കണോമിക്സ്, സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം അറൌണ്ട് ഒരു 6 ക്വസ്റ്റ്യൻസ് ഉള്ളതിൽ നിന്ന് 2 ആണ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ചോദിക്കുന്നത്. Okay, so I think we can wind up our session. Okay, from Ecodomain. Thank you, Meenakshi. Thank you. So, താങ്ക് യു ഗൈസ്. okay, I think സെഷൻ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. റെക്കോർഡഡ് സെഷൻ നമ്മൾ അവൈലബിൾ ആക്കും. യു ക്യാൻ റീവാച്ച് അഗെയിൻ. Okay, so we can wind up the session. Thank you, everyone.